ലെവിൻ കെ വിജയനുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായിട്ട്. ലെവിൻ, ഗുഡ് മോർണിംഗ്. അതിരൂക്ഷമായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ. മുൻ സ്പീക്കറാണ്, മുൻ MLA ആണ്, കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ കെ മുരളീധരന്റെ തൃശ്ശൂരിലെ പരാജയത്തിന് പിന്നാലെയും ഇത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. ഇപ്പോൾ ചേലക്കര പരാജയത്തെക്കുറിച്ച് എന്തൊക്കെയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ പറയുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. തേറമ്പിൽ രാമകൃഷ്ണൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ സ്പീക്കറും 25 വർഷത്തോളം തൃശ്ശൂർ MLAയുമായിരുന്ന നേതാവാണ് ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പോരായ്മകൾക്കെതിരെ തുറന്ന വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കൾ ആരും പ്രതികരിക്കരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കും AICC അംഗങ്ങളടക്കമുള്ള നേതാക്കൾക്കുമൊക്കെ KPCC നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ അത്തരം നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോൾ, മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോഴാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തേറമ്പിൽ മനസ്സ് തുറക്കുന്നത്. തേറമ്പിൽ പറയുന്നത് ഈ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ചേലക്കരയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ തെറ്റുപറ്റിയെന്ന് തന്നെയാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അദ്ദേഹം അതിനിശ്ചിതമായി തന്നെയാണ് വിമർശിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെ പരോക്ഷമായി വിമർശിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ അടിക്കടി ഉണ്ടായിട്ടുള്ള ഒരു സംഘടനാപരമായ പോരായ്മകളെല്ലാം അദ്ദേഹം വിമർശിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. രോഗം എന്താണെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്, തൊലിപ്പുറത്ത് മരുന്ന് കാട്ടി പുരട്ടിയിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസിനുള്ളിലെ കേന്ദ്രഭരണ പ്രദേശമാണ് തൃശ്ശൂർ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും മാസങ്ങൾ പിന്നിടുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാസങ്ങൾ പിന്നിടുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ജില്ലയിലൊരു നേതൃത്വം ഇല്ലാതെ വന്നിട്ട് അതിനെതിരെ കോൺഗ്രസിൻ്റെ കേന്ദ്രഭരണ പ്രദേശമായ അദ്ദേഹം തൃശ്ശൂരിനെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവും AICCയും ഒക്കെ നേരിട്ടിടപെട്ട് ഭരണം നടത്തുന്ന ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വികാരം മനസ്സിലാക്കാൻ ഈ നേതൃത്വത്തിനൊന്നും ആയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തൃശ്ശൂർ ജില്ലയിൽ ആരുമില്ലാത്ത അവസ്ഥയാണുള്ളത്. നേരെ മറിച്ച് അദ്ദേഹം ഉദാഹരണമായി നമ്മളോട് ചൂണ്ടിക്കാട്ടിയത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിലുമെല്ലാം K സുരേന്ദ്രൻ BJP അധ്യക്ഷൻ സ്വന്തം നിലയിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നെങ്കിലും കോൺഗ്രസിനുള്ളിൽ നിന്നും തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയ ആരും അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടില്ല എന്നും പറയുന്നു. എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഓരോ തിരഞ്ഞെടുപ്പും ഓരോ പാഠമാണ്, അത് തിരുത്തി മുന്നോട്ട് പോകണമെന്നും തേറമ്പിൽ രാമകൃഷ്ണൻ പറയുന്നു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കും, ആ കാര്യങ്ങൾ പഠിക്കും. നേതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തും, പ്രാദേശിക നേതാക്കൾ കുറ്റപ്പെടുത്തുമെന്നതിനപ്പുറം യാതൊരു തിരുത്തും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് അദ്ദേഹം അത്തരമൊരു പരാമർശം നടത്തിയത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം ഒട്ടേറെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പഠിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമാണെന്നും അദ്ദേഹം പറയുന്നു. ഈ ചേലക്കരയിലടക്കം ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന സമയം വരെ VK ശ്രീകണ്ഠനായിരുന്നു തൃശ്ശൂരിലെ താൽക്കാലിക ചുമതലയുള്ള DCC അധ്യക്ഷൻ. ചേലക്കരയിൽ അദ്ദേഹത്തിന് ഇടപെടാനായില്ല. തൃശ്ശൂർ ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാനായില്ല. ഒരു ആക്ടിംഗ് പ്രസിഡന്റായി വന്നതിനപ്പുറത്ത് മറ്റൊരു കാര്യങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിക്കാൻ VK ശ്രീകണ്ഠനായില്ല. VK ശ്രീകണ്ഠന് പരിമിതികളുണ്ട്. MP എന്നുള്ള നിലയിലും പാലക്കാട് നിന്നുള്ള ആളെന്ന നിലയിലുമൊക്കെ പരിമിതിയുണ്ട്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ജില്ലയിലെ നാഥലിനാക്കളരയാക്കി കോൺഗ്രസിനെ മാറ്റിയ KPCC നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് തൊലിപ്പുരട്ട് മരുന്ന് പുരട്ടിയിട്ട് കാര്യമില്ല, രോഗം എന്താണെന്നുള്ള കാര്യം തിരിച്ചറിയണമെന്നും പറയുന്നു. ഈ മുതിർന്ന നേതാക്കൾ പറയുന്നത് തന്നെ KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനുമെതിരെയായിട്ടാണ്. അദ്ദേഹം ഇവരുടെ പരാജയം അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴും പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ചേലക്കരയിൽ റിസൾട്ട് ഉണ്ടായില്ല, മികച്ച നിലയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടത് വിജയമാണ്, റിസൾട്ടാണ്. അത് ഉണ്ടാകാതെ പോകുന്നതിനെതിരെയാണ് ഇദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ജില്ലയിലെ കോൺഗ്രസിന് സംഭവിച്ച പാളിച്ചകളും വീഴ്ചകളും എല്ലാം ഓർത്തെടുത്തുകൊണ്ടുകൂടിയാണ് തേറമ്പിൽ രാമകൃഷ്ണൻ മുതിർന്ന നേതാവ് അത്തരത്തിൽ കാര്യം പറയുന്നത്. 2011 മുതൽ അല്ലെങ്കിൽ 21 വരെയുള്ള 20 വർഷ കാലയളവിനിടയിൽ ജില്ലയിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടികൾ വളരെ വലുതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 13-ൽ 12 സീറ്റ് നേടിയിരുന്ന കോൺഗ്രസ് ഇപ്പോൾ നേരെ തിരിച്ച് 13-ൽ 1 സീറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്. കോൺഗ്രസ് ജില്ലാ നേതൃത്വങ്ങളുടെയും പ്രാദേശിക നേതൃത്വങ്ങളുടെയും ഒക്കെ കഴിവില്ലായ്മയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ പോരായ്മകളും വീഴ്ചകളും ഒക്കെ അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അത് തിരുത്താൻ നടപടികൾ വേണം. KPCC നേതൃത്വം ഇടപെടുന്നു എന്ന് പറയുമ്പോഴും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ചേലക്കര
ഉപതെരഞ്ഞെടുപ്പ് അത്തരമൊരു വിമർശനത്തിന് കാരണമായി എന്ന് മാത്രമാണ് പറയാനുള്ളത്. നേതൃത്വത്തിൻ്റെ ഇടപെടൽ ജില്ലയിൽ അത്യാവശ്യമാണെന്നും ജില്ലയിൽ ഒരു DCC പ്രസിഡന്റും ഒരു DCC പുനഃസംഘടന നടത്തിയ ഒരു കമ്മിറ്റിയും അടിയന്തരമായി സ്ഥാപിക്കേണ്ടതും അത് താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരേണ്ടതും അടിയന്തര ആവശ്യമാണെന്നും തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നു. സേതുലക്ഷ്മി.